ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന നമ്മുടെ ജലജ നമ്മുടെ നവ്യേനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയ ആ ഒരു സീനിൽ വെച്ചിട്ടാണ് കേട്ടോ. ജലജയ്ക്കാണെങ്കിലോ നവ്യോട് മറ്റേ ചന്തുമോളുടെ കാര്യം പറയേണ്ട ഒരു സമാധാനവും കിട്ടുന്നില്ല. നീ അറിഞ്ഞോ വല്ലതും, നയൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ജലജ അവളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. നവ്യയ്ക്കാണെങ്കിലും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, എന്താണ് ഇവൾ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ നാളത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ദേവയാനി നമ്മുടെ ചന്തുമോളെ നല്ല പോലെ നോക്കുന്നുണ്ട് കേട്ടോ. അവളുടെ കൂടെ കളിക്കുന്നുണ്ട്, അവൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവളെ വേണ്ട പോലെ അവളുടെ കൊച്ചുമോളെ പോലെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ജലജയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ജലജയാണെങ്കിലോ കുറേ പണികൾ നോക്കുന്നുണ്ട് അവളെ ചന്തുമോളെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ദേവയാനി പറയുന്നുണ്ട് ഒരിക്കലും നമ്മുടെ മുത്തശ്ശി ഒരിക്കലും ചന്തുമോളെ പിടിച്ച് പുറത്താക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. നയനയുടെ കാര്യം പറയാനാണെങ്കിൽ നയനയ്ക്ക് ആകെ ഒരു ടെൻഷൻ പോലെയോ, ടെൻഷനോ വിഷമോ എന്താണെന്ന് അറിയില്ല. നയനയ്ക്ക് ഒരുമാതിരി അവസ്ഥയാണ്, ഒട്ടും സന്തോഷിക്കാൻ പറ്റുന്നില്ല. അവളുടെ ചേച്ചിക്ക് ഒരു കുട്ടി ജനിച്ചതിൽ പോലും അവൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നയന ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഈ കുട്ടി ആരാണെന്നൊന്നും അറിയാത്തതിൻ്റെ നല്ല വിഷമം നയനയുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നാളത്തെ എപ്പിസോഡുകളിലൊക്കെ. ഇതിൻ്റെ ഇടയിലാണെങ്കിലോ നമ്മുടെ ദേവയാനി നമ്മുടെ ആദർശിനെ തല്ലുന്ന സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. മിക്കവാറും ചന്തുമോളുടെ കാര്യം അറിഞ്ഞിട്ട് തന്നെ ഇരിക്കും. ആ ചന്തുമോൾ ആദർശിൻ്റെ മകളാണ് എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പോൾ അതറിഞ്ഞിട്ടൊക്കെ ആയിരിക്കണം, അത് സത്യമാണോ എന്ന് ചോദിച്ചിട്ടാണല്ലോ തല്ലുന്നത്. അപ്പോൾ അത് ആ ഒരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കണം സുഹൃത്തുക്കളെ ദേവയാനി തല്ലുന്നുണ്ടാവും ആദർശിനെ. എന്തായാലും നമുക്ക് വരും എപ്പിസോഡുകൾ കണ്ടറിയാം ചന്തുമോൾ അബിയുടെ മകളാണ് എന്നുള്ള സത്യം എല്ലാവരും അറിയുമോ, അതോ ആദർശിൻ്റെ ആണെന്ന് വെച്ചിട്ട് എല്ലാവരും ഇരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വരും എപ്പിസോഡിൽ അറിയാൻ പറ്റും സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള പത്തരമാറ്റ് വിശേഷങ്ങൾ പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.